ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും LS നേച്ചർ വേഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചക്ക കൊണ്ടൊരു ഇടിച്ചക്ക തോരൻ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇടിച്ചക്ക തോരൻ തയ്യാറാക്കാനായിട്ട് നമുക്ക് ഇതേപോലെയുള്ളൊരു ചെറിയ ചക്ക എടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് തൊലി ചെത്തി കുക്കറിൽ വേവിച്ചെടുക്കാം. നമുക്ക് ഇതേപോലെ തൊലി ചെത്തിയെടുക്കാം. ഇനി ഇതേപോലെ ചെറിയ മുള്ളുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെത്തിയൊന്ന് കളഞ്ഞ് ക്ലീൻ ആക്കി എടുക്കാം. നമുക്കിതിനെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇതേപോലെ കഷ്ണങ്ങളാക്കി എടുക്കുക. ഇനി ഒരു കുക്കർ എടുത്ത് വെച്ചിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള ചക്ക ഇതിലിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു വിസിലടിക്കുന്ന വരെയും ഗ്യാസ് ഓൺ ചെയ്ത് വയ്ക്കാം. കുക്കർ ഒരു വിസിലടിക്കുമ്പോഴേക്കും നമുക്കിതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് നാളികേരം ചിരകിയതെടുത്തിട്ടുണ്ട്, 10 അല്ലി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 5 കാന്താരി എടുത്തിട്ടുണ്ട്, കാന്താരി മുളക് എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മൾ ചക്ക വേവിച്ചപ്പോഴും കുറച്ച് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് കാരണം കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, പച്ച കാന്താരി മുളക് ഒരു 5 എണ്ണം അതിട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നമുക്ക് മുളകിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ചെറിയ സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്, ചെറിയ ജീരകം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം അതും കൂടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം. നമുക്ക് മിക്സിയിൽ ചതച്ച് കൊണ്ടുവന്ന കൂട്ട് ഇതിലേക്ക്, നാളികേരത്തിൻ്റെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കുക്കറിൽ ഇട്ടിട്ട് ഒരു വിസിലടിച്ച് വേവിച്ച് വെച്ച ചക്കയാണിത്. ഈ ചക്ക നമുക്ക് ഇതേപോലെയുള്ള ഇടിക്കല്ലുണ്ടോ മറ്റോ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചതച്ച് കൊടുക്കാം.
ഇതേപോലെ നമുക്ക് ചതച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ ചക്ക കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇതുകൊണ്ട് ഇടിക്കുന്നതിന് പകരം നമുക്ക് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴും നല്ല അളിരളിരായിട്ട് ചക്ക കിട്ടും. നമുക്ക് ചക്ക ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്യാം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്കൊരു 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇത് മണ്ണിൻ്റെ ചട്ടിയായ കാരണം ഇങ്ങനെ പുക വരുന്നത്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ പുക വരും. കടുക് പൊട്ടി വരുന്നുണ്ട്. നമുക്കിനി ഒരു ചെറിയ സ്പൂൺ ഉഴുന്നും പരിപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 വറ്റൽമുളക് പൊട്ടിച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ചതച്ച് കൊണ്ടുവന്ന നാളികേരത്തിൻ്റെ കൂട്ടിട്ട് കൊടുക്കുക. ഇതേപോലെ ഇളക്കിയിട്ട് കുറച്ച് നേരം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി മൂടി തുറന്ന് നോക്കിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതേ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ ചക്ക ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഈ നാളികേരവും ഇതും കൂടി നന്നായിട്ട് ചക്കയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരാൻ തോന്നുന്നവർക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ, ഉപ്പ് പൊടി. എനിക്ക് ഉപ്പ് ആവശ്യത്തിനുള്ളതുണ്ട് ഇതിൽ. നമ്മുടെ ഇടിച്ചക്കത്തോരൻ തയ്യാറായി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്കൊരു സ്പൂണോളം വെളിച്ചെണ്ണ ഇതിൻ്റെ മീതെ ഒഴിച്ച് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു തണ്ട് കറിവേപ്പില അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അടച്ചു വയ്ക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്, പച്ച വെളിച്ചെണ്ണേരിയും വേപ്പിലേരിയും ഒക്കെ ഇട്ട്. അപ്പം നമ്മുടെ ഇടിച്ചക്കത്തോരൻ ഇവിടെ തയ്യാറായി.
വളരെ രുചികരമായ ഇടിച്ചക്ക തോരൻ ഇവിടെ റെഡിയായി. ഇതേപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും, ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.